മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തിയതായി NIA. റിക്രൂട്ട്മെന്റിന് പുറമെ കൊച്ചിയിലടക്കം ഭീകരപ്രവർത്തനം ലക്ഷ്യം വെച്ചിരുന്നതായും പ്രാഥമിക നിഗമനം. റാണയെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിൽ നിന്നുള്ള 3 NIA ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, റാണയെ ചോദ്യം ചെയ്യാനായി കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ കൂടി ചേർന്നത് എപ്പോഴാണ്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്ത് വരുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ റാണയ്ക്ക് കൊച്ചിയിൽ സഹായം നൽകിയവരെ കുറിച്ചൊക്കെ വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? ലക്ഷ്മി, തഹാവൂർ റാണ NIAയുടെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും നിസ്സഹരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ചോദ്യം ചെയ്യുമ്പോൾ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇയാൾ നൽകുന്നില്ല. പകരം മൗനമാണ് ഇയാൾ, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും തഹാവൂർ റാണയെ കാര്യമായി തന്നെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് തഹാവൂർ റാണയുടെ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇയാൾ ദുബായിൽ സന്ദർശനം നടത്തിയ സമയത്ത് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് NIAയുടെ പ്രാഥമിക വിലയിരുത്തൽ. അത്തരത്തിൽ വിവരം തന്നെയാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തിനാണ് ദാവൂദ് ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ NIA പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.